മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. ഛത്തീസ്ഗഡിൽ മലയാളികളായ സന്യാസിനികളെ അന്യായമായി അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ തിരുവനന്തപുരത്തെ വിവിധ ക്രൈസ്തവ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ജൂലൈ 30-ന് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. പാളയം രക്തസാക്ഷി മണ്ഡപം മുതൽ രാജ്ഭവൻ വരെ സംഘടിപ്പിച്ച പ്രതിഷേധ റാലി തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സഹായമെത്രാൻ അഭിമന്യ ക്രിസ്തുദാസ് പിതാവ് ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് രാജ്ഭവനിൽ വെച്ച് നടന്ന പൊതുസമ്മേളനം KCBC പ്രസിഡന്റും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോർ ബെസേലിയോസ് കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത അധ്യക്ഷൻ അഭിമന്യ തോമസ് ജെ നെറ്റോ പിതാവ്, നെയ്യാറ്റിൻകര രൂപതാധ്യക്ഷൻ അഭിമന്യ D സെൽവരാജ് പിതാവ്, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ കൂരിയാമെത്രാൻ അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, മലങ്കര മാർത്തോമാ സഭ തിരുവനന്തപുരം കൊല്ലം രൂപതാധ്യക്ഷൻ അഭിമന്യ ഐസക് ബാർ പീലക്സിനോസ് മെത്രാപ്പൊലീത്ത, അനേകം സന്യസ്തർ, വൈദികർ, അൽമായർ എന്നിവർ സന്നിഹിതരായിരുന്നു. നമ്മുടെ ദേശത്തെയും നമ്മുടെ കേരളത്തെയും പ്രതിനിധാനം ചെയ്യുന്ന രാജ്ഭവന്റെ മുൻപിൽ കത്തോലിക്ക തിരുസഭയുടെ ഈ അതിരൂപതയുടെ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് ഈ സമൂഹത്തോട് പരസ്യമായി പറയുന്നു, ഈ സന്യാസിനിമാർ മതേതര ഭാരതത്തിന് അനുഗ്രഹമാണ്. ഇവരെ പോലെയുള്ള ആയിരക്കണക്കിന് സന്യാസിനികളാണ് പതിനായിരക്കണക്കിന് മനുഷ്യ ജീവിതത്തെ മുഖ്യധാരയിലേക്ക് നയിച്ചത്. ഇന്നേറെ വേദനിപ്പിച്ച സംഭവം, ഈ സന്യാസിനിമാർക്ക് ജാമ്യം കിട്ടിയില്ല എന്നതിനേക്കാൾ ദുർഗിലെ സെഷൻസ് കോടതി ഇവർക്ക് ജാമ്യം നിഷേധിക്കുമ്പോൾ അതിലാഹ്ലാദിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ആരവവും ആക്രോശവും കേൾക്കുന്നതിനിടയായി. ഇതാണോ മതേതര ജനാധിപത്യം? ഇതാണോ ആർഷഭാരത സംസ്കാരം? ഈ രാജ്യത്തെ ക്രൈസ്തവ സമൂഹം ജീവിക്കുന്നത് 2000 വർഷത്തെ ചൈതന്യത്തിലും സംരക്ഷണയിലുമാണ്. സന്യസ്തരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ. ഛത്തീസ്ഗഡിൽ മലയാളികളായ സന്യാസിനികളെ അന്യായമായി അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ വിവിധ ഭദ്രാസനങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവല്ലാതി ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ജൂലൈ 31-ന് ഉപവാസ നിരാഹാര പ്രാർത്ഥനാ യജ്ഞം തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിന് സമീപം സംഘടിപ്പിച്ചു. തിരുവല്ലാതി ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ തോമസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്തൻ ആർച്ച് ബിഷപ്പ് അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനം മലങ്കര മാർത്തോമാ സഭ സഫ്രഗൻ മെത്രാപ്പൊലീത്ത അഭിമന്യ ജോസഫ് മാർ ബർണബാസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. അഭിമന്യ എബ്രഹാം മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത, ശ്രീ ചാണ്ടി ഉമ്മൻ MLA, ഫാദർ ബേണി OFM, ഫാദർ ചെറിയാൻ കുരിശുമൂട്ടിൽ, MCYM പ്രസിഡന്റ് ശ്രീ ശ്രീയക് ജോൺ, MCA പ്രസിഡന്റ് ശ്രീ ബിജു പാലത്തിങ്കൽ, സെക്രട്ടറി ശ്രീ ജസ്റ്റിൻ ജോൺ എന്നിവർ പ്രസംഗിച്ചു. ബത്തേരി ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ജൂലൈ 31-ന് ബത്തേരി പ്രത്യാശ പാസ്റ്ററൽ സെന്ററിൽ വെച്ച് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ബത്തേരി ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സുൽത്താൻ ബത്തേരി MLA ശ്രീ IC ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. മാവേലിക്കര ഭദ്രാസനത്തിലെ MCMF, MCA, MCYM എന്നീ ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ ജൂലൈ 31-ന് കറ്റാനം പോപ്പായ് സ്കൂൾ അങ്കണത്തിൽ വെച്ച് സംയുക്ത പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മാവേലിക്കര ഭദ്രാസന വികാരി ജനറൽ ഫാദർ ജോബ് കല്ലുവളയിൽ അധ്യക്ഷത വഹിച്ച സമ്മേളനം ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ മാത്യൂസ് മാർ പോളികാർപ്പസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ സ്കോട്ട്സ് ലീബ പുളിമൂടൻ, കറ്റാനം മലങ്കര ഓർത്തഡോക്സ് ഇടവക വികാരി ഫാദർ ഡാനിയൽ സക്കറിയ കോറപ്പിസ്കോപ്പ എന്നിവർ മുഖ്യപ്രഭാഷണം നൽകി. പാറശാല ഭദ്രാസനത്തിലെ MCAയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ 30-ന് ബാലരാമപുരം വെച്ച് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. മിശിഹാനുകരണ സന്യാസിനി സമൂഹം ശതാബ്ദിയുടെ നിറവിൽ. ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് പിതാവിനാൽ 1925 സെപ്റ്റംബർ 21-ന് തിരുവല്ല തിരുമൂലപുരത്ത് സ്ഥാപിതമായ ബദനി മിശിഹാനുകരണ സന്യാസിനി സമൂഹത്തിന്റെ
ശതാബ്ദി സമാപന ആഘോഷ പരിപാടി ഓഗസ്റ്റ് 2-ന് തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പാർക്കിയൽ കത്തീഡ്രലിൽ വെച്ച് നടത്തപ്പെട്ടു. മോറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവായുടെ മുഖ്യ കാർമ്മികത്വത്തിലും സഭയിലെ മറ്റു പിതാക്കന്മാരുടെയും വൈദികരുടെയും സഹകാർമ്മികത്വത്തിലും അർപ്പിക്കപ്പെട്ട പരിശുദ്ധ കുർബാനയോടുകൂടി ശതാബ്ദിയുടെ സമാപന ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് ബദനി സന്യാസിനി സമൂഹം സുപ്പീരിയർ ജനറൽ മദർ ഡോക്ടർ ആർദ്ര SIC അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനം മോറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതാധ്യക്ഷൻ അഭിവന്യ തോമസ് J നെറ്റോ പിതാവ്, പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ്, കേരള മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ശ്രീ K ജയകുമാർ IAS, ബദനി സന്യാസ സമൂഹം സുപ്പീരിയർ ജനറൽ ഫാദർ ഡോക്ടർ ഗീവർഗീസ് കുറ്റിയിൽ OIC, മറ്റ് പ്രൊവിൻസിലെ പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സ്, വൈദികർ, സന്യസ്തർ, അൽമായർ എന്നിവർ സന്നിഹിതരായിരുന്നു. പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന് ഒരുങ്ങി മാർ ഇവാനിയോസ് കോളേജ്. തിരുവനന്തപുരം നാലാഞ്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന മാർ ഇവാനിയോസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ അമിക്കോസിന്റെ ആഭിമുഖ്യത്തിൽ റീയൂണിയൻ ഓഫ് ലെഗസി എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിവിധ പരിപാടികളോടെ ഓഗസ്റ്റ് 2, 3 തീയതികളിൽ മാർ ഇവാനിയോസ് കോളേജ് ക്യാമ്പസിൽ വച്ച് നടത്തപ്പെടുന്നു. കർമ്മപദ്ധതി പ്രകാശനം ചെയ്തു. തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിലെ കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗിന്റെ ഈ വർഷത്തെ കർമ്മപദ്ധതിയുടെ ഉദ്ഘാടനവും നേതൃസംഗമവും ജൂലൈ 25-ന് അഞ്ചൽ സെന്റ് ജോൺ സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു. മേജർ അതിഭദ്രാസന KCSL പ്രസിഡന്റ് ശ്രീ ബിജു തോമസ് അധ്യക്ഷത വഹിച്ച സമ്മേളനം അഭിവന്യ ജോഷുവ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അഭിവന്യ പിതാവ് കർമ്മപദ്ധതി പ്രകാശനം ചെയ്തു. മേജർ അതിഭദ്രാസന ഡയറക്ടർ ഫാദർ നെൽസൺ വലിയ വീട്ടിൽ, KCSL ചെയർപേഴ്സൺ ശ്രീ ജയമോൻ അയ്യനേത്ത്, KCSL സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അൽജിൻ ഇമാനുവൽ, വൈദികർ, സിസ്റ്റേഴ്സ്, KCSL ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. സിറിൽ മാർ ബെസേലിയോസ് കാതോലിക്കോസ് ശ്രേയസ് അവാർഡ് 2025. ബത്തേരി ഭദ്രാസനത്തിന്റെ സാമൂഹിക ക്ഷേമ വിഭാഗമായ ശ്രേയസിന്റെ ആഭിമുഖ്യത്തിൽ ബത്തേരി ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാനായ സിറിൽ മാർ ബെസേലിയോസ് പിതാവിന്റെ നാമധേയത്തിൽ നൽകുന്ന പൊതുപ്രവർത്തകർക്കായുള്ള സിറിൽ മാർ ബെസേലിയോസ് കാതോലിക്കോസ് ശ്രേയസ് അവാർഡ് ജൂലൈ 30-ന് ബത്തേരി ശ്രേയസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KE വിനയന് ബത്തേരി നിയോജക മണ്ഡലം MLA ശ്രീ IC ബാലകൃഷ്ണൻ നൽകി. ചടങ്ങിൽ ബത്തേരി ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. കേരള വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ശ്രീമതി KC റോസക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ ശ്രീ KE വിനയന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങളും സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ നിസ്തുലമായ സംഭാവനകളും പരിഗണിച്ചാണ് അവാർഡ് വിതരണം നടത്തിയത്. ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലിങ്കലാണ് അവാർഡ് പ്രഖ്യാപനം നടത്തിയത്. നിര്യാതയായി. ബദനി മിശിഹാനുകരണ സന്യാസിനി സമൂഹം തിരുവല്ല തിരുമൂലപുരം പ്രൊവിൻസിലെ സിസ്റ്റർ മരീന SIC ജൂലൈ 26-ന് നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാര ശുശ്രൂഷ ജൂലൈ 28-ന് തിരുവല്ല അതിഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്തൻ ആർച്ച് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുവല്ല തിരുമൂലപുരം മടംവക സെമിത്തേരിയിൽ വെച്ച് നടത്തപ്പെട്ടു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.